കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരംഗം SIRൽ ആശങ്ക അറിയിച്ചുവെന്ന് റിപ്പോർട്ട്. കമ്മീഷൻ അംഗം സുഖ്ബീർ സിംഗ് സന്ധു ആശങ്ക ഫയലിൽ രേഖപ്പെടുത്തിയതായി ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നടപടികൾ പൌരന്മാരെ ഉപദ്രവിക്കുന്നതാകരുത്. വൃദ്ധർ, രോഗികൾ, വികലാംഗർ, ദരിദ്രർ എന്നിവർക്ക് സൌകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ അംഗം ആശങ്ക രേഖപ്പെടുത്തി. സന്ധുവിന്റെ കുറിപ്പിന് ശേഷമാണ് അന്തിമ ഉത്തരവിൽ പൌരത്വ പരാമർശം ഒഴിവാക്കിയതെന്നും ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്, തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദിലേക്കാണ്. അരവിന്ദ, ഇപ്പോൾ കമ്മീഷൻ അംഗം സുഖ്ബീന്ദർ സന്ധു ഈ ഫയലിൽ നേരത്തെ തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അംഗം തന്നെ ഇത്തരത്തിൽ ആശങ്കയുമായി മുന്നോട്ട് വന്നൊരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എപ്പോഴാണ്? വളരെ നേരത്തെ ഉള്ളത് തന്നെയാണോ? അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഈ വിയോജിപ്പിനെ തുടർന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നോ തുടക്കത്തിൽ? അമൃത, ജൂൺ മാസമാണ് ബീഹാറിൽ ആരംഭിച്ച് രാജ്യവ്യാപകമായി SIR നടപ്പാക്കാനുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറങ്ങുന്നത്. ഇതിന്റെ കരട് വിജ്ഞാപന വേളയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിലും ആശങ്കയുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ SS സന്ധു ചില ആശങ്കകൾ ഈ കരട് തയ്യാറാക്കുന്ന വേളയിൽ ഉയർത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പ്രധാനമായും രണ്ട് ആശങ്കകളായിരുന്നു SS സന്ധു ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുന്ന വേളയിൽ ഉയർത്തിയിരുന്നത്. അത് ഈ SIRനെ പൗരത്വവുമായി ബന്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം ഒരു ആശങ്ക ഒഴിവാക്കണമെന്ന് സന്ധു ആവശ്യപ്പെടുകയും അന്തിമ വിജ്ഞാപനം വന്നപ്പോൾ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കുകയും ചെയ്തു. ഈ കരട് പുറത്തിറങ്ങിയ സമയത്ത് ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിരിക്കും വോട്ടവകാശം ലഭ്യമാകുക എന്നതാണ്. പക്ഷേ പിന്നീട് അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങിയ വേളയിൽ ഈ പരാമർശം ഒഴിവാക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആശങ്കകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യമുണ്ട് എന്ന് സന്ധു ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം എന്യൂമറേഷൻ ഫോം എല്ലാവരും ഫില്ല് ചെയ്ത് നൽകണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഇത് ഫില്ല് ചെയ്യുന്ന വേളയിൽ ഈ രേഖകൾ ആവശ്യപ്പെടുവാൻ PLOമാർക്ക് അധികാരമുണ്ടെന്നും അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാരണം ഈ എന്യൂമറേഷൻ ഫോം അടക്കം ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്ന നിരവധി പേരുണ്ട്, വൃദ്ധരുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാഹചര്യമുണ്ട്. അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നതായിരുന്നു SS സന്ധു വ്യക്തമാക്കിയത്. ഇത് ഫയലിൽ അദ്ദേഹം രേഖപ്പെടുത്തിയെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. കാരണം SIR തീരുമാനിച്ചത് വളരെ പെട്ടെന്നാണ്. കാരണം വാട്സാപ്പിലൂടെ അടക്കം ഇതിന് അംഗീകാരം നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്ര തിടുക്കപ്പെട്ട് നടത്തിയത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിലും ആശങ്ക ഉണ്ടായിരുന്നപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ചർച്ചകൾ നടന്നില്ലേ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. SIRമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കുന്ന വേളയിലും ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടവകാശം ഉറപ്പാക്കാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി തവണ ചൂണ്ടിക്കാണിക്കുകയും അന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും പൗരത്വവുമായി ബന്ധപ്പെട്ട പരാമർശം SS സന്ധുവിന്റെ വിയോജിപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയെന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അകത്തുനിന്ന് തന്നെ വലിയ തരത്തിലുള്ള ആശങ്കകൾ തുടക്കഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ഥാപിത താല്പര്യം അത് കൂടുതൽ വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും അമൃത, കാരണം ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ വിമർശനം SIRനെ പൗരത്വ അജണ്ട നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഒരു ഭാഗമാക്കി നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്നതാണ്. എന്തായാലും ഈ ആശങ്കകൾ ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുന്ന വേളയിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതിൽ സന്ധു ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ആശങ്ക ഉയർത്തിയതിന് പിന്നാലെയാണ് ഈ പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തത്. കാരണം ഈ കരട് പുറത്തു വന്ന വേളയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിരിക്കും വോട്ടവകാശം ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ കരടിൽ പരാമർശിച്ചിരുന്നത്. പക്ഷേ അന്തിമ വിജ്ഞാപനം വന്നപ്പോൾ ആ പരാമർശം നീക്കിയിരുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള അജണ്ടകൾ ഇതിന് പിന്നിൽ നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ കരട് തയ്യാറാക്കുന്ന വേളയിൽ ഉണ്ടായിരുന്ന ഈ ആശങ്കകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിടുമെന്ന ആശങ്കയും സന്ധുവിനുണ്ടായിരുന്നു. കാരണം എന്യൂമറേഷൻ ഫോമുകളും പല തരത്തിലുള്ള രേഖകളും PLOമാർ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഈ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന ആശങ്ക കൂടി സന്ധു പങ്കുവച്ചിരുന്നു. ഇത്
രേഖാമൂലം ഫയലിൽ രേഖപ്പെടുത്തിയെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതേസമയം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇംഗ്ലീഷ് മാധ്യമം വ്യക്തമാക്കുന്നത് സന്ധുവുമായി ബന്ധപ്പെട്ട ഒരു വിവരശേഖരത്തിൽ ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല എന്നതാണ്. എന്തായാലും ആശങ്കപ്പെടുത്തുന്നത്. കാരണം പൗരത്വവുമായി ബന്ധപ്പെട്ട് 2004 നിലവിൽ വന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ സദ്ദുവിന്റെ അടക്കം വിയോജിപ്പ് വന്നതിന് പിന്നാലെയാണ് അതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിയോജിപ്പും ആശയക്കുഴപ്പവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിലും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നത്. അമൃത. ശരി അരവിന്ദ്, തുടരും. അരവിന്ദിലേക്ക് മടങ്ങിയെത്താം. വിജിൻ